9-ാം നൂറ്റാണ്ടിൽ പേർഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന മാർ ആബോ പിതാവിനാൽ നിർമ്മിക്കപ്പെട്ട പൗരാണികമായ ഒരു ദേവാലയമാണിത്. ഇതിപ്പോൾ അറിയപ്പെടുന്നത് കടമറ്റത്തച്ഛൻ്റെ ദേവാലയം എന്നാണ്. കടമറ്റത്തച്ഛൻ ഈ ആബോ പിതാവിൻ്റെ ശിഷ്യനായിരുന്നു. അദ്ദേഹം ഈ കടമറ്റത്തച്ഛന് പട്ടത്വം നൽകി ഈ ദേവാലയത്തിൻ്റെ ചുമതലയേൽപ്പിച്ച് അദ്ദേഹം തേവലക്കര പള്ളിയിൽ പോവുകയും അവിടെ കാലം ചെയ്യുകയും ചെയ്തു. പിന്നീട് കടമറ്റത്തച്ഛൻ ഈ ദേവാലയത്തിൻ്റെ ചുമതലയിൽ ഇരിക്കുകയും അദ്ദേഹത്തിന് ലഭിച്ച സിദ്ധികൾ ഈ നാട്ടിലുള്ള ജനങ്ങളുടെ നന്മയ്ക്കായി വിനിയോഗിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം പറയുന്നത്. ആ അദ്ദേഹത്തിൻ്റെ ശക്തി, മധ്യസ്ഥത ഇപ്പോഴും ലഭിക്കുന്നു എന്ന് ആയിരം ആളുകളുടെ അവരുടെ പ്രാർത്ഥനാ ഫലങ്ങളിലൂടെ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ധാരാളം ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും ഈ ദേവാലയത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഒമ്പതാം നൂറ്റാണ്ടിൽ പണിത 1200 വർഷത്തിൽ പഴക്കമുള്ള ഈ ദേവാലയം കുറേ നാൾ കക്ഷി വഴക്ക് മൂലം അത് അടഞ്ഞു കിടക്കുകയും പിന്നീട് അത് പൂർണ്ണമായും തുറന്ന് ഇപ്പോൾ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അധീനതയിലായിരിക്കുകയും 3 വർഷത്തെ കഠിനാധ്വാനം കൊണ്ട് അത് പുനർനിർമ്മിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഏതാണ്ട് 3000-ഓളം സ്ക്വയർ ക്യൂബിക് അടി തടി ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൻ്റെ മേൽക്കൂര, ഇതിൻ്റെ മച്ച്, ഇതിൻ്റെ പൂമുഖം എന്നിവ പ്രത്യേകമായിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഈ ദേവാലയത്തിൻ്റെ അൾത്താരയിൽ വരച്ചിട്ടുള്ളതായ ഒരു പൗരാണികമായിരിക്കുന്ന ഒരു ചിത്രമുണ്ട്. മാർ ഗീവർഗീസ് സഹദായുടെ ചിത്രം. അത് വളരെ പൗരാണികമായതും എങ്ങും കാണാത്തതുമായൊരു ചിത്രമാണ്. അത് ഇപ്പോൾ മ്യൂറൽ പെയിൻറ്റിങ്ങിൽ ഏറ്റവും വിദഗ്ധനായിരിക്കുന്ന ജിജുലാൽ അത് പൂർണ്ണമായി തെളിയിച്ചെടുത്തിരിക്കുന്നു. ആ ചിത്രം അത് വളരെയേറെ ഭംഗിയായി അത് ക്രമീകരിച്ചിട്ടുണ്ട്. ആ ചിത്രത്തിൻ്റെ ഒരു പകർപ്പ് ദേവാലയത്തിൻ്റെ പടിഞ്ഞാറേ ഭിത്തിയിലും ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നു. മറ്റൊരു പ്രത്യേകത കൂടെ ദേവാലയത്തിനുള്ളത്, മോർ ആബോ പിതാവ് തേവലക്കരയിൽ പോയി അവിടെ വെച്ച് കബറടങ്ങി എങ്കിലും കടമറ്റത്തച്ഛൻ ആ ദേവാലയത്തിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു കൈപ്പത്തി, മോർ ആബോ പിതാവിൻ്റെ ഒരു കൈപ്പത്തി ലഭിക്കുകയും അത് നമ്മുടെ ദേവാലയത്തിൻ്റെ വടക്കേ മധുഹായുടെ വടക്കേ ഭിത്തിയിൽ പേർഷ്യൻ കുരിശിരിക്കുന്ന സ്ഥലത്ത് അത് തിരുശേഷിപ്പായി സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പൗരാണികമായ ദേവാലയത്തിൻ്റെ കൂദാശ 2025 ഫെബ്രുവരി 5, 6, 7 തീയതികളിലായി ഇവിടെ നടത്തപ്പെടുകയാണ്. 6-ാം തീയതി വൈകുന്നേരവും 7-ാം തീയതി രാവിലെയും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ കൊണ്ട് ഈ ദേവാലയം കൂദാശയും അതുപോലെ തന്നെ പെരുന്നാൾ കൂടെ ഈ സമയത്ത് നടക്കുകയാണ്. അനുഗ്രഹീതമായ ഈ ദേവാലയത്തിലേക്ക് പൂർണ്ണമായും എല്ലാവരെയും പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയും ചെയ്യുന്നു.